മെമ്മറീനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം ഔട്ട്ഡോർ ആണെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുക, ഇൻഡോർ ആണെങ്കിൽ ഇൻഡോർ ഷൂട്ട് ചെയ്യുക. ബട്ട് നമുക്കെപ്പോഴും ഒന്ന് പ്ലേ അറൗണ്ട് ഒന്ന് നമ്മുടെ ലൈറ്റുകളൊക്കെ വെച്ചൊന്ന് കളിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എക്സ്പെരിമെൻസിനും എല്ലാത്തിനും ഒരു ഡ്രാമ ഉണ്ടാക്കാനും ഒക്കെ നല്ലത് നമുക്ക് എപ്പോഴും ഇൻഡോർ തന്നെയാണ്. കാര്യം നമ്മുടെ കൺട്രോളിലായിരിക്കുമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഔട്ട്ഡോറിൽ അങ്ങനെ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പിന്നെ അതിൽ ചാപ്പാക്കുരിശിൽ നമ്മൾ മൾട്ടി ക്യാമറ യൂസ് ചെയ്തിരുന്നു. അതും നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിന് ഒരു വിലങ്ങ് തടിയാവാത്ത രീതിയിൽ നിന്നു. ആദ്യം നമ്മളൊരു സിംഗിൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ടുപേർ സംസാരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് എടുത്തു, പിന്നെ കട്ട് ചെയ്ത് അപ്പുറത്ത് പോയി എടുത്തു. അപ്പോൾ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവരുടെ ആക്ഷൻ ബ്രേക്ക് ചെയ്യണം. നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഇനി നിൽക്കും, ഞങ്ങൾ റെഡിയായിട്ട് ബാക്കി പറയാം. മൾട്ടി ക്യാമറ ആകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യാനും പെർഫോം ചെയ്യാനുള്ളൊരു ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് ചെയ്ത് ബ്യൂട്ടിഫുള്ളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ പുതിയ വരുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളും ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. 22 FK നല്ല കാര്യമാണ്. അത് കാണുമ്പോഴും ഓഡിയൻസിനും ഒരു രസം ഉണ്ടാവും. അതൊരു ആക്ഷൻ കണ്ടിന്യൂറ്റി എല്ലാം കറക്റ്റ് ആയിരിക്കും. നല്ല ആർട്ടിസ്റ്റിന് അത് ഭയങ്കരധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോളിവുഡ് സിനിമകൾ എല്ലാം തന്നെ മൾട്ടി ക്യാമറകൾ തന്നെയാണ്. 2 മുതൽ 5, 6 വരെയുള്ള ക്യാമറകൾ അവർ ഉപയോഗിക്കാറുണ്ട് ഒരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 ക്യാമറയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അതിന് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ആർട്ടിസ്റ്റിനെ അവരൊരു കംഫർട്ടായിട്ട് നിന്ന് അവരുടെ ഒരു പെർഫോമൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ 2 റേഞ്ചിൽ നമുക്കത് കിട്ടുക. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. മൾട്ടി ക്യാമറ വെച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഒരു ക്യാമറമാനെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മളൊരു ക്യാമറയ്ക്ക് ലൈറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ക്യാമറയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ഫൗളായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി ക്യാമറ തന്നെയാണ് നല്ലത്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് അതിൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്ത ക്ലൈമറ്റ് തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. കാര്യം ഒരിക്കലും സമ്മറിൽ ഷൂട്ട് ചെയ്താൽ നമുക്കങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മൺസൂണിൽ ഷൂട്ട് ചെയ്തപ്പോൾ അത് നമ്മൾ ഔട്ട്ഡോറൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിൽ പോലും നല്ല കൂൾ ഒരു മൂഡാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടായിരുന്നു, ബട്ട് എന്നാൽ പോലും ചാറ്റ മഴ ശരിക്കും റിയലായിട്ട് പെയ്യുന്നുണ്ടാവും. അത് നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ റെയിനും കൂടെ ചേർത്ത് അതൊരു മഴയാക്കി എടുത്താണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ചില ഷോട്ടുകളൊക്കെ അത് റിയൽ അനുപേട്ടൻ നടന്നു വരുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട് മഴയത്ത്. അതൊക്കെ ശരിക്കും റിയൽ മഴയത്ത് തന്നെ എടുത്തതാണ്. പിന്നെ ഒരു പള്ളിയിലെ ഒരു സീക്വൻസ് ഉണ്ട് അതിൽ. ആ പാട്ടിൽ തന്നെ ഒരു പള്ളിയിലിരുന്നിട്ട് അത് ശരിക്കും അങ്ങനെ പ്രീ പ്ലാൻ ഒന്നും ആയിരുന്നില്ല. അത് ആ പള്ളി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് പോവുക. എന്ത് ചെയ്യണമെന്നും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് ഉച്ചയ്ക്കാണ് അവിടെ ചെല്ലുന്നത് തന്നെ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആ പള്ളിക്കകത്ത് ചെല്ലുന്നത്. അപ്പോൾ ആകെ ഒരു വല്ലാത്തൊരവസ്ഥ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ആർക്കും എന്ത് ചെയ്യണം, അവർക്ക് എന്ത് ചെയ്യണം എന്നറിയായിരുന്നു. പക്ഷേ എനിക്കത് എങ്ങനെ ചെയ്യാം. കാര്യം ഒരു അത്യാവശ്യം പഴയ ഒരു പള്ളിയായിരുന്നു. ലൈറ്റ് ഇതൊക്കെ എടുക്കാനാണെങ്കിലും എന്തുമാത്രം വർക്ക് ചെയ്യുമെന്നുള്ളത് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയാണ് അത് രാത്രിയാക്കാൻ തീരുമാനിച്ച് ഉച്ചയ്ക്ക് തന്നെ അത് അവിടെ കിട്ടുന്ന ക്ലോത്തൊക്കെ വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്ത് രാത്രിയാക്കി ക്യാൻഡിൽസൊക്കെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് എടുത്ത്. പക്ഷേ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പലരും അതിനെക്കുറിച്ച് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു. സാധാരണ ചിലപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത് വെച്ചാൽ പടം ഷൂട്ട് ചെയ്തതിന് ശേഷം ഒരു 3 ദിവസം സോങ്ങിന് വേണ്ടി വയ്ക്കും. അത് അല്ലാത്തവരുണ്ട്, എന്നാലും ചിലത് മോസ്റ്റ്ലി അങ്ങനെയാണ് സംഭവിക്കുക. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കാരണം അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. പക്ഷേ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു ഷോട്ട് കണ്ടാൽ അത് എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ വേറൊരു ഷോട്ട് കണ്ടാൽ അത് എടുത്ത് വയ്ക്കും. എന്നിട്ട് ചില സീക്വൻസുകൾ അങ്ങനെ സമയം കിട്ടുമ്പോൾ അങ്ങനെ എടുത്ത് വയ്ക്കും. അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ആ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്.